രാവിലെ എന്നും ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. അപ്പം എല്ലാ പണിയും ഏകദേശം ഒതുക്കിയതിന് ശേഷമാണ് പത്തിരി ചുടുന്ന കാര്യത്തിലേക്ക് കടന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, പത്തിരി ചുടുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണമല്ലോ. അതിപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാ പരിപാടിയും കഴിച്ച് പത്തിരി പ്രസ്സൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ പത്തിരി ചുടാമെന്ന് വിചാരിച്ച്. രാവിലെ കുട്ടികൾക്ക് പോകാനില്ലതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പം എനിക്കാണെങ്കിൽ കൈവേദന കാരണം പത്തിരി നന്നായി കുഴയ്ക്കാനും പറ്റുന്നില്ല. ഷോൾഡറിന് നല്ല പെയിൻ ഉണ്ട്. കൈയിൻ്റെ ജോയിൻ്റ് ഓൾറെഡി ഒന്ന് തെറ്റിയതുകൊണ്ട് അധികം പ്രസ് ചെയ്യാന്ന് പറഞ്ഞ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് കുഴയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ചമ്മന്തി ആയത് കാരണം ഇന്ന് ചമ്മന്തി സ്കൂളിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് റിച്ചു ചമ്മന്തി എടുക്കുന്നുണ്ട്. എരിവ് കുറവായതുകൊണ്ട് രണ്ടാളും എടുക്കുന്നുണ്ട്. ചമ്മന്തി പത്തിരിക്ക് ഞാൻ ബാജിയാണ് ഉണ്ടാക്കിയത്, പൊട്ടറ്റോ ബാജിയാണ് ഉണ്ടാക്കിയത്. അപ്പം അതൊക്കെ ചുട്ടെടുക്കുന്ന സമയം ചൂടോട് കൂടിയിട്ട് മക്കൾ കഴിക്കുന്നുണ്ട്. വലിയ ആൾ ചെറുതിനെ നോക്കി പേടിപ്പിക്കുക, വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടെ. വേറൊന്നുമല്ല, അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ വല്ലതും കാണുകയാണെങ്കിലോ. മൂത്ത ആൾക്ക് കുറച്ച് നാണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വീഡിയോയിൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ലുക്കിലൊക്കെ ആയി പോയാലേ ആളെ ഇമേജിന് കോട്ടം തട്ടുമല്ലോ, അതുകൊണ്ടാണ്. ചെറിയ ആൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് നോക്കിയേ. ആയുഷിൻ്റെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന കാരണം നല്ല തിക്കുണ്ട്. അപ്പം അതിനൊരു ചെറിയൊരു പ്രമോഷൻ കൂടി അവൻ ചെയ്യുന്നുണ്ട് അവൻ്റെ മാമന് വേണ്ടിയിട്ട്. വേഗം സ്റ്റൈൽ കുറച്ച് കൂടുന്നുണ്ട് ചെക്കാക്ക്. ഒരു ബേബി ലുക്ക് ഉണ്ട്. എന്താണ് പറയണ്ടേ? എന്താ കിച്ചു പറയണ്ടേ? ഇതിൻ്റെ പേരെന്താ ഈ വെളിച്ചെണ്ണൻ്റെ? ആണാ? ആരാ തന്ന പറ? മാമനല്ലേ? ചീർപ്പെടുത്ത് കീര് മുടി. ചമ്മന്തിയും പത്തിരി രസം ഉണ്ടോ? ബാജിക്കറി വേണ്ട. വീഡിയോ ഓണാക്കിയ കാരണം മുടിയിരുന്നത് ഓടി വന്നിട്ട് അവൻ്റെ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി ഓടി വന്നതാണ്. കുറച്ച് കുളൂസ് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം എൻ്റെ മക്കൾക്ക് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു കൊടുക്കൊന്നും വേണ്ട, അവരെന്നെ ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചോളൂ. ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. അത് ഞാൻ ഈ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം അവരെ ശീലിപ്പിച്ച ഒരു ശീലമാണ്. തിന്ന പാത്രം കഴുകാനും പറയും. ഇപ്പം നിർബന്ധമായിട്ടും കഴുകാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഒട്ടും സമയമില്ല, ഓടുകയാണ്. 8:45 അപ്പോൾ വേഗം ഒന്ന് കുളിച്ചിട്ട് വരാം, ഷോപ്പിലേക്ക് പോകണം, മക്കളെ കൊണ്ടാക്കും വേണം. അവരെ ബസ് പരിയങ്ങാടാണ് നിർത്തുക. അപ്പോൾ ഓടിയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്ന് എന്നതിന് ശേഷം ഇനി അടുത്ത വിശേഷം